ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിഗരറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ പാർട്ട് 1 കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ബാക്ക് പോർഷനിലേക്കായിട്ട് കട്ട് ചെയ്ത രണ്ട് പീസ് നമ്മൾ ബാക്ക് പോർഷനിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രണ്ട് പീസ് ഞാൻ ഇതുപോലെ ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക കേട്ടോ. ദേ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചു. ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ദേ ഇങ്ങനൊരു ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടാവും, ക്രോച്ചിൻ്റെ ഭാഗം. അപ്പോൾ അത് മുകൾ ഭാഗം മുതൽ അടി വരെ ദേ കുറച്ച് ഗ്യാപ്പ് ഇട്ട് മുകൾ ഭാഗം മുതൽ അടി വരെ ദേ ഈ ഒരു പാർട്ട് വരെ കേട്ടോ, ഈ ഒരു പാർട്ട് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഒന്നും കൂടിയും പറയാം, മുകൾ ഭാഗം മുതൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ദേ ഇവിടെയും വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ദേ ഈ ഒരു ക്രോച്ച് ഏരിയ ബാക്ക് പോർഷൻ്റെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ട് പോർഷൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ദേ ഫ്രണ്ട് പോർഷനിലും നമ്മൾ ഇതുപോലെ ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് ചെയ്ത പോലെ തന്നെ ഫ്രണ്ടും ചെയ്തെടുക്കുക. നമ്മളിതേ സ്റ്റിച്ച് ചെയ്ത് വെച്ച ക്രോച്ച് ഏരിയ ഇതാണ് കേട്ടോ. ഇനി നമുക്കിതങ്ങ് നിവർത്താം. ദേ ഇതുപോലെ നിവർത്തിയെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ബാക്ക് പോർഷൻ ചേർത്ത് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ ചേർത്തിട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക കേട്ടോ. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കത് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് മുകൾ ഭാഗം മുതൽ അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു ക്രോച്ചിൻ്റെ ആ ഒരു ഷേപ്പ് വരില്ലേ, ആ ഭാഗമല്ലാട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യണേ. ഓപ്പോസിറ്റ് സൈഡ് മുകൾ ഭാഗം മുതൽ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പലരും പറയുന്നു കയറ്റിറക്കം വരുമെന്ന്. അത് നിങ്ങൾ ഈ ചെരിച്ച് നമ്മൾ മുകൾ ഭാഗത്തായിട്ട് ചെരിച്ച് കട്ട് ചെയ്യും. അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്നതിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങൾ ചെരിച്ച് വരയ്ക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം വരിക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പലരും ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ് കേട്ടോ, കറക്റ്റായിട്ട് കിട്ടുമെന്ന്. ഇതേ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലെങ്ത്ത് കിട്ടേണ്ടതാണ്. കണ്ടുല്ലോ, ദേ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്ലിറ്റ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ അടിവശത്തായിട്ട് സ്ലിറ്റിൻ്റെ മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഇതാണ് ബാക്ക് പോർഷൻ. അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് കേട്ടോ ഞാൻ ഫ്രണ്ട് പോർഷൻ വെച്ചിരിക്കണേ. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ നമ്മൾ ഇതുപോലെ ഡിഫറൻസ് ഉണ്ടാവും. 2 ഇഞ്ച് എക്സ്ട്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെ പോയാലും ഫ്രണ്ടും ബാക്കും തമ്മിലുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട. ലെങ്ത്ത് വൈസ് ഒരു വേരിയേഷൻ വരില്ല. ലെങ്ത്തിന് വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത ടൈമിൽ ആ നമ്മൾ മുകൾ ഭാഗത്ത് കൊടുത്ത ആ ചെരിച്ച ലൈൻ ഉണ്ടല്ലോ, അത് തെറ്റായ രീതിയിലാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിച്ച് വരയ്ക്കുമ്പോഴാണ് കയറ്റിറക്കം വരിക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയറ്റിറക്കവും വരില്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്ലിറ്റിൻ്റെ മാർക്കിങ്ങിലേക്ക് കിടക്കാം. നിങ്ങൾ കട്ട് ചെയ്ത വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അടിവശത്തായിട്ട് നമ്മൾ റെഡി ലെങ്ത്തിനേക്കാൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് അടിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ അടിവശത്തായിട്ട് ഞാൻ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി അതിനൊന്ന് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കേണ്ടതാണ്.
ഇനി അടിഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിഭാഗം മടക്കി അടിക്കാനായിട്ട് ഞാനൊരു 1/4 ഇഞ്ച് അടിഭാഗം നമ്മൾ ചെറിയ രീതിയിലൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതിനാണ് കേട്ടോ ഈ ഒരു 1/4 ഇഞ്ച്. അപ്പോൾ അതേ 1/4 ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും ഞാനൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതങ്ങ് കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നോക്കുക, നമ്മൾ ടോട്ടൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തു, അടിഭാഗത്തായിട്ട് 1/4 ഇഞ്ചും മാർക്ക് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു അളവുണ്ടല്ലോ, ഇത് 2.25 ഇഞ്ചായിരിക്കും. ദേ 2.25 ഇഞ്ചാണ് കേട്ടോ വരണേ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2.25 ഇഞ്ചാണ് ഈ ഒരു ലെങ്ത്ത് വരണേ. അപ്പോൾ ഇവിടെ എത്രയാണോ വരണേ ആ സെയിം അളവ് ഞാൻ ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടിഭാഗത്ത് 1/4 ഇഞ്ച്, ഇവിടെ 2.25 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ച് കിട്ടും. ഈ അളവ് എത്രയാണോ ആ സെയിം അത് തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ അളവ് 2.25 ആണ് കേട്ടോ വരണേ. ആ ഒരു സെയിം 2.25 ഇഞ്ച് ഈ ഒരു അടിവശത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ദേ 2.25 ഇഞ്ച് കേട്ടോ. ആ സെയിം 2.25 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതങ്ങ് ജോയിൻ ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ സ്ലിറ്റിനായിട്ടുള്ള മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞുതരാം. മുകളിൽ നിന്ന് ദേ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരും. ഇവിടെ കുത്തി നിർത്തി വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവും. അതുപോലെ തന്നെ അടിവശത്ത് ദേ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യും, ഇവിടെ കുത്തി നിർത്തും, ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല. പിന്നെ അതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണേ. ഇനി നമ്മൾ മുകളിൽ നിന്ന് ആ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ലൈൻ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. അവിടെ കുത്തി നിർത്തി വീണ്ടും തിരിച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാ കേട്ടോ. ഇപ്പം നമ്മളിത് ഇവിടെയും വരെ കുത്തി നിർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല, സ്ലിറ്റിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു അടിഭാഗം ഈ ഒരു ലൈൻ വരെ നമുക്ക് ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ കുത്തി നിർത്തി വീണ്ടും ബാക്കോട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വരെ സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ അടിവശവും കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, നമ്മൾ ഇവിടെ മാർക്കിംഗ് കൊടുത്തില്ലേ, ആ സെയിം മാർക്കിംഗ് തന്നെ ഞാൻ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം മാർക്കിംഗ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഈ നടുക്കിൽ വരുന്നൊരു ലൈൻ കാണാമല്ലോ, ആ ഒരു നടുവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു തുണീനെ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. നടുവ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ദേ ഇതുപോലെ ഇങ്ങനെ വെച്ചു, കണ്ടോ? നടുവ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് പിടിച്ചു കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്ന പോലെ ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി ഈ മുകളിലേക്ക് നിൽക്കുന്ന ഇതുണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് താത്തിയിട്ട് ഈ ഒരു ഭാഗം മുതൽ ദേ ഈ ഒരു സ്റ്റിച്ച് വരെ നമുക്ക് തയ്ച്ച് നിർത്താം. ഇങ്ങോട്ട് കയറരുത്, ഈ ഒരു ലൈൻ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഈ ഒരു പോയിന്റ് മുതൽ ഇവിടെയും വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്.
പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കാണാനായിട്ട് പറ്റും. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്. ഒരിക്കലും ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കയറി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിന്റിൻ്റെ താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ മതി. ഇനി നമുക്കിത് നേരെ മുകളിലേക്ക് ആക്കാം. ഈ പീസ് മാത്രം എടുക്കുക. ദേ ഈ ഒരു പീസ് മാത്രം എടുത്തിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ദേ ഒരിക്കലും അടിയിലത്തെ ആ ഒരു തുണിയിലേക്ക് സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല. കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റിച്ച് കാണാമല്ലോ, ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ. അതെ ഇവിടെ നിന്ന് മുതൽ ഈ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇങ്ങനെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ദേ ഈ ഒരു പീസ് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സ്റ്റിച്ചിൻ്റെ താഴെയല്ലേ നമ്മൾ അടിച്ച് നിർത്തിയിരിക്കണേ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾ വന്നാലും വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. ഇനി നോക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല വശം ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ. ഇതിനെ ഉള്ളോട്ടാക്കുക. ഈ ഒരു ഭാഗം നമുക്ക് പോയിന്റഡ് ആയിട്ട് കിട്ടാനായിട്ട് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമുക്ക് തിരിച്ചെടുക്കാം. ഇതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് പോയിന്റഡ് ആയിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ അതേ ഭംഗിയായിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി എന്താ ചെയ്യണ്ടേ, ഇവിടെ നമ്മൾ മടക്കി അടിക്കാനുണ്ട്. ഇത് ഇത്രയും തുണി ഇതുപോലെ ഉണ്ട്, ഇത് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നല്ല പെർഫെക്ഷനിൽ തന്നെ ഇത് കിട്ടും. ഒന്ന് മടക്കി ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അറ്റം വരെ നമുക്കൊന്ന് മടക്കിയിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി അടുത്ത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് പോണേ. അപ്പോൾ ഇതിൻ്റെ നല്ല പോർഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക കേട്ടോ. നല്ല നീറ്റായിട്ട് ഒരു ചുളിവും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലിറ്റ് രണ്ട് സൈഡിലും സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗം തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രോച്ചിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗം ഉണ്ടല്ലോ, രണ്ടും ഒരുമിച്ച് വേണ്ട വരാനായിട്ട്. കയറ്റിറക്കം വരരുത്, കറക്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫ്രണ്ടും ബാക്കും തമ്മിൽ 2 ഇഞ്ച് വീതിയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റാക്കി വെച്ചിട്ട് വേണ്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ ഒരു വീതിയിൽ ഡിഫറൻസ് എങ്ങനെ പോയാലും വരും. അപ്പോൾ അതേ 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് വേണം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കയറ്റിറക്കവും വരില്ല കേട്ടോ. ഒരു കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ഒരു കയറ്റിറക്കവും വരില്ല. നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 2 വട്ടം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഈ ഒരു ഭാഗം. അപ്പോൾ ഇനി ഒരു വട്ടം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ക്രോച്ച് ഏരിയ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. മുകളിൽ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ 2 ഇഞ്ച് വീതിയിൽ കറക്റ്റ്
കറക്റ്റ് 2 ഇഞ്ച് വീതിയിൽ ചുറ്റും മാർക്ക് ചെയ്ത് പോയിട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തു. അത് അടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തേ. അതെ, ഫ്രണ്ട് പോർഷനും ഞാൻ ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ ചുറ്റിനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു മുകൾ ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഫുൾ റൗണ്ടിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റിനും ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ വെച്ചിട്ട് ഇതിനെ ഹാഫായിട്ട് മടക്കുക. ദെൻ നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതായത് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇവിടെ വന്ന് അവസാനിപ്പിക്കണം. കുറച്ച് ഗ്യാപ്പ് വേണം നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കടത്തി വിടാനായിട്ട്. അപ്പോൾ അത് ഇത്രയും ഗ്യാപ്പ് വിട്ടാൽ മതി, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാൻ പറ്റും. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ വരച്ച ഒരു ലൈൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഹാഫായിട്ട് മടക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ബാക്ക് പോർഷനിൽ നമ്മൾ സ്ട്രെയിറ്റ് അല്ലല്ലോ, ചെറുതായിട്ടൊന്ന് ചെരിച്ചല്ലേ വെച്ച് കട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അത് നമ്മൾ ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു വൃത്തികേടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാക്ക് പോർഷനിൽ വരുമ്പോൾ ചെറിയ പ്ലീറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിനി ഈ ഒരു ലൈൻ വെച്ചത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. കറക്റ്റ് ഈ ഒരു ലൈനിൽ വെച്ചിട്ട് ഇതിനെ ഹാഫായിട്ട് മടക്കുകയാണ്. നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണേ. ഇനി നമുക്ക് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ അതേ കുറച്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കും. ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ഇലാസ്റ്റിക് കയറ്റുന്നത്. അപ്പോൾ എനിക്കിവിടെ പ്ലീറ്റ് ഇടേണ്ട ആവശ്യമൊന്നും വന്നില്ല, കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് മടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പ്ലീറ്റ് ഇട്ടു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ ഇലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഇലാസ്റ്റിക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ കയറ്റി വിടാനായിട്ട്. ഇനി നിങ്ങൾ എവിടെയാണോ പാൻറ് ഇടണേ അവിടുത്തെ വണ്ണം കറക്റ്റായിട്ട് എടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്യാനായിട്ട്. എവിടെയാണോ പാൻറ് ഇടണേ അവിടുത്തെ വണ്ണം കറക്റ്റായിട്ട് എടുക്കുക. അതിൽ നിന്ന് ഒരു 2-3 ഇഞ്ചോ കുറച്ചിട്ട് ഇലാസ്റ്റിക് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഇലാസ്റ്റിക് നമ്മൾ ഇതിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ അറ്റം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് വിടാം. ഇനി ഈ ഗ്യാപ്പുള്ള ഭാഗം കറക്റ്റായിട്ട് നമുക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇലാസ്റ്റിക്കിനായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു, അതേ ഗ്യാപ്പ് അതൊന്ന് നമുക്ക് കവർ ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.